വാട്ട്സപ്പ് ഗായ്സ്, ഗുഡ് മോർണിംഗ് ആൻഡ് വെൽക്കം ബാക്ക് ടു അനദർ വീഡിയോ. ഇന്ന് ഞാൻ നാർക്കണ്ടയിൽ നിന്ന് ഇറങ്ങി നേരെ പൂഹിലേക്ക് പോകുന്നു. പെട്രോൾ കുറവാണ്, പെട്രോൾ അടിക്കണം. ക്ലൈമറ്റിനെ പറ്റി പറയാനാണെങ്കിൽ ഒരു രക്ഷയില്ല. ഇതുണ്ടോ, നല്ല തണുപ്പ്, നല്ല കോടമഞ്ഞൊക്കെ ഇറങ്ങിയിട്ട് അടിപൊളിയാണ്. ഇന്നലെ എനിക്ക് തണുത്ത് കുറച്ചിട്ട് എനിക്ക് ഉറങ്ങാനേ പറ്റിയില്ല. രാവിലെ എണീറ്റിട്ട് കുളിക്കാനും ഭയങ്കര പടി. പിന്നെ കുളിച്ചല്ലേ പറ്റുള്ളൂ. ചൂടുവെള്ളത്തിൽ കുളിച്ചിട്ട് ഇറങ്ങിയത്. ഇവിടെയും അത്യാവശ്യം റോട്ടിൽ കുറേ പശുക്കളൊക്കെ ഉണ്ട്. അത് ഭയങ്കര ബുദ്ധിമുട്ടാണ്. ഈ വളഞ്ഞു വരുമ്പോഴത്തേക്കും പെട്ടെന്ന് ഇതിങ്ങൾ ചിരിച്ചുകൊണ്ടിരിപ്പുണ്ടാവും, നമുക്ക് കാണത്തില്ല. ഇത് നോക്കിക്കേ ഗൈസ്, വ്യൂ നോക്കിക്കേ. ഓക്സിജൻ ക്യാൻ ഹാജി റാംപൂർ. ഓക്കെ, ഓക്സിജൻ ക്യാൻ ചോദിച്ചു. ഓക്സിജൻ ക്യാൻ ഇല്ല, റാംപൂരിലുണ്ടാവുള്ളൂ. ഓക്കെ, ചോദിച്ചോക്കാം. ഓക്സിജൻ ക്യാനേ ഓക്കെ. അവിടുത്തെ മെഡിക്കൽ ഷോപ്പിൽ നിന്ന് 2 ബോട്ടിൽ ഓക്സിജൻ ക്യാൻസ് മേടിച്ചു. 900 രൂപയാണ് ഒരെണ്ണത്തിന്. എനിക്ക് ഡിസ്കൗണ്ടിൽ തന്നിട്ടോ കുറേയൊക്കെ. പിന്നെ ഡയമോക്സിൻ്റെ കുറച്ച് ടാബ്ലറ്റ്സ് മേടിച്ചു, ഡോളും വാങ്ങിച്ചു. എല്ലാം കൂടി 1500 രൂപയൊക്കെ തന്നു. ഭയങ്കര സ്നേഹമുള്ള ചേച്ചിട്ടോ. ഞാൻ അവിടെ നിന്ന് ഇറങ്ങുന്ന സമയത്ത് എൻ്റെ അടുത്ത് ചായ കുടിക്കാം, കോഫി കുടിക്കാം എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു വേണ്ട, ഞാൻ നാർക്കണ്ടയിൽ നിന്നൊരു കോഫി കുടിച്ചിട്ട് ഇറങ്ങിയത് എന്ന് പറഞ്ഞു. എന്നൊരു എനർജി ഡ്രിങ്ക് കയ്യിൽ വെച്ചു എന്ന് പറഞ്ഞു. ഞാൻ വേണ്ട, കുഴപ്പമില്ല, ഇത്രയൊക്കെ തന്നെ ഡിസ്കൗണ്ട് ഒന്നുമില്ല, അതന്നെ വലിയ കാര്യം, താങ്ക് യു എന്ന് പറഞ്ഞിട്ട് ഇറങ്ങി. ഐ ക്യാൻ സി എ റൈഡർ ഇൻ ഫ്രണ്ട് ഓഫ് മീ. പുള്ളി ഏത് വണ്ടിയാണെന്ന്, റോയൽ എൻഫീൽഡ് ആണെന്ന് തോന്നുന്നു, കറക്റ്റ് ഒരു പിടുത്തം കിട്ടുന്നില്ല. എത്ര നാളെ ഇറങ്ങിയിട്ട്? ഇന്ന് ഇറങ്ങിയത്. ഓക്കെ ഓക്കെ. അല്ല, അവിടെ തമിഴ്നാട്ടിൽ നിന്ന് വന്നിട്ട് ഓക്കെ. വണ്ടി പാർസൽ ചെയ്ത് കിട്ടോ? ഓക്കെ ഓക്കെ ഓക്കെ. യാ, ഫ്രം കേരള. 10 days ആയി. ഓക്കെ ഓക്കെ. ഞാനൊരാളതാ. സോളോ. ഓക്കെ ബ്രോ. പുള്ളി അവർ തമിഴ്നാട്ടിൽ നിന്നാണ്. വണ്ടി അവിടെ നിന്ന് ചണ്ഡീഗറിലേക്ക് വണ്ടി പാർസൽ അയച്ചിട്ട് അങ്ങനെ റൈഡിന് ഇറങ്ങിയതാണ്. എന്നോട് ചോദിച്ച് അവിടെ നിന്ന് തന്നെ ഓടിച്ചിട്ടുണ്ടെന്ന് ചോദിച്ചു. നമുക്ക് പിന്നെ ആ പരിപാടിയൊന്നും ഇല്ലല്ലോ, നമ്മുടെ നാട്ടിൽ നിന്ന് തന്നെ ഓടിച്ചിട്ടുണ്ട്. ഈ കാണുന്നത് ഫുള്ള് തേനാണ്, അപ്പോൾ പ്യുവർ ഹണിയാണ്. തിരിച്ച് വരുമ്പോഴത്തേക്കും നമുക്ക് ചോദിച്ചു നോക്കാം കുറച്ച് കിട്ടുവാണെങ്കിൽ ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് പോകും. നമ്മുടെ അവിടെ കിട്ടുന്ന ഫുള്ള് ഫേക്കാണ്. കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതെന്ന് പറഞ്ഞാൽ അതെല്ലാം ഫേക്കാണ്. ഞാൻ വയനാട് പോയ ടൈമിൽ കാട്ടുതേനാന്നും പറഞ്ഞിട്ട് ഉൾക്കാട്ടിൽ നിന്ന് കൊണ്ടുവന്നതാന്നൊക്കെ പറഞ്ഞിട്ട് ഒരു തേൻ കൊണ്ടുവന്നു. 300 രൂപക്കാണ് ഒരു കുപ്പി വിറ്റത്. ഞാനപ്പോൾ കരുതി ഇത്ര കാശുണ്ടാവും, അപ്പോൾ ഒറിജിനലൊക്കെ ഇരിക്കുന്നു കരുതി മേടിച്ചുകൊണ്ട് വന്നു. ഞാവിടെ നിങ്ങൾക്കിത് എന്തോരം കാണാൻ പറ്റുമെന്ന് എനിക്കറിയില്ല, പക്ഷെ ഇത് നോക്കിക്കേ. ഗൈസ്, ഫൈനലി ഞാനങ്ങനെ 3500 കിലോമീറ്റർ കഴിഞ്ഞിരിക്കുന്നു. ഇനി എൻ്റെ ഡ്രീം ഡെസ്റ്റിനേഷനായ സ്പിതിയിലേക്ക് വെറും 294 കിലോമീറ്ററുകൾ മാത്രം. കിന്നോറിലെത്തി ഞാൻ. പണ്ട് ഇവിടെ ബൈക്സൊക്കെ കൊണ്ടുവന്നിട്ട് ഇവിടെ വാഷ് ചെയ്യായിരുന്നു, എൻ്റെ അടിയിലേക്ക് പോയത്. പക്ഷെ ഇപ്പോൾ ക്ലോസ് ചെയ്തിട്ടേക്ക്, ഇപ്പോൾ പോകാൻ പറ്റത്തില്ല.
അവിടെ ചെറിയൊരു ചെക്ക് പോസ്റ്റ് ഉണ്ട്, അവിടെ നിർത്തിയിട്ട് വണ്ടിയുടെ നമ്പറും 100 രൂപയും കൊടുത്തിട്ട് പാസ് എടുക്കണം. ഏതാണ് വീഡിയോസിലൊക്കെ കാണുന്ന ഫേമസ് ആയിട്ടുള്ള സ്ഥലം? സ്പിതിയിലേക്കാണോ? എങ്ങോട്ടാ? സ്പിതിയിലേക്കാ? ഞാൻ സ്പിതിയിലേക്കാണോ? ഇവിടുന്ന് എന്തോ? ഞാൻ പൂഹിൽ നിർത്തും, അതുകൊണ്ട് അവിടെ സ്റ്റേ ചെയ്യും. പൂഹ് റക്കം കഴിഞ്ഞിട്ടുള്ളത്. നിങ്ങളെവിടെ സ്റ്റേ? ചിറ്റ്കുളിലേക്കാ? ഡയറക്റ്റ് ചിറ്റ്കുളിലേക്കാ? ഓക്കെ ഓക്കെ ഓക്കെ. ഇവിടെ നിന്ന് എന്തോരം ദൂരമുണ്ട് ചിറ്റ്കുളിൽ? 6:45 എത്തും. ഓക്കെ ഓക്കെ ഓക്കെ. ബ്രോൻ്റെ പേര്? അരവിന്ദ്. മുബാറക്. ആ ഓക്കെ. ശരി ബൈ. അവർ 3 പേരുണ്ട്. അവർ കോഴിക്കോട് നിന്ന് വണ്ടി ഓടിച്ച് വന്നതാണ്. സ്പിതിയിലേക്കാണ് അവരും പോകുന്നത്. ഇപ്പോൾ അതിൻ്റെ അവിടെ നിന്ന് ചിറ്റ്കുളിൽ പോകുമെന്ന് തോന്നുന്നു. എൻ്റെ അടുത്ത് ചിറ്റ്കുളിൽ പോയിട്ട് അവിടെ സ്റ്റേ എന്നാണ് പറഞ്ഞത്. ഭയങ്കര ശോകം വഴിയായിരുന്നു കേട്ടോ. അത് ഫുള്ള് ചെളിയായിരുന്നു. पेट्रोल टैंक पे बता। जरीकन्स में नहीं भरा मैं नहीं। ഓക്കെ ജി. പെട്രോൾ ഉണ്ടോയെന്ന് ചോദിച്ചു. ഞാനാണെങ്കിൽ ജെറിക്കാൻസിനകത്ത് പെട്രോൾ ഇതുവരെ ഫില്ല് ചെയ്തിട്ടില്ല പൈസ. ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു. നിങ്ങളും വരുവാണെങ്കിൽ കാറാണെങ്കിലും ബൈക്കാണെങ്കിലും പെട്രോളോ ഡീസലോ എന്താണെന്ന് വെച്ചാൽ അത് അടിച്ചിട്ട് വരിക. ഇതേപോലത്തെ സ്ഥലത്തൊക്കെ പെട്ടുപോയി കഴിഞ്ഞാൽ പെട്ടതാണ്. വൺ ഓഫ് ദ വേൾഡിലെ ഡേഞ്ചറസ് ആയിട്ടുള്ള റോഡാണിത്. വ്യൂ ഉണ്ടോ? ഈ 2 സൈഡിലായിട്ട് കിടക്കുന്ന കല്ലുകളെല്ലാം മേളിൽ നിന്ന് വീഴുന്നതാണ്. ചെറുതും വലുതുമായിട്ട് കല്ലുകളൊക്കെ എല്ലാം മേളിൽ നിന്ന് വീഴും. അതാണ് ഇവിടുത്തെ ഏറ്റവും ഡേഞ്ചറായിട്ടുള്ള ഒരു സംഭവം. ഫ്രണ്ടിൽ റോഡ് ക്ലോസ് ആണെന്നാണ് കാണിക്കുന്നത്. വരുന്നിടത്ത് വെച്ച് കാണാം. ഈ വഴി പോയി കഴിഞ്ഞാലാണ് ചിറ്റ്കുളിലേക്ക് പോകുന്നത്.
ഗൈസ്, ലുക്കിംഗ് ഓൾ ദിസ് വ്യൂ ഐ ജസ്റ്റ് ഫീൽ ലൈക്ക് ഞാൻ വേറെ ഏതോ ഒരു ഗ്രഹത്തിലാണ്. നോക്കിക്കേ, ഇത് കണ്ടോ ഗൈസ്? ഞാൻ അവിടെ ആ വെള്ളച്ചാട്ടം കാണാൻ വേണ്ടി ഇറച്ചിയത്. അപ്പോൾ ഇവിടെ ഒരുത്തന്നെ എന്നെ വെല്ലുവിളിക്കാൻ കണ്ടോ? കമ്മോന്നു ചായ ഉണ്ടെങ്കിൽ ചായ കുടിക്കാം. റൈസ്, ആ ചെളിയുള്ള റോട്ടിൽ കൂടി ഓടിച്ചതിൻ്റെ ആഫ്റ്റർ എഫക്ട്സ് ഉണ്ടോ? ഇതാ ഞാൻ പറഞ്ഞത്, എൻജിൻ്റെ അവിടെ പറയേ വേണ്ടെന്ന്. നോക്കിക്കേ, എല്ലായിടത്തും ചെളി കയറിച്ചേട്ടാ. സാഡിൽ ബാഗ്സൊക്കെ ഫുള്ള് ചെളിയായി, എൻജിൻ്റെ ഇവിടെയൊക്കെ ഫുള്ള് ചെളിയായി. സാരമില്ല, ഇറ്റ്സ് ഓൾ ഹാപ്പൻസ്. ബ്രോ, ലോഡ് കപ്പാസിറ്റി 40 ടൺ. ഈ ബ്രോ എന്ന് പറയുന്നത് ബോർഡർ റോഡ്സ് ഓർഗനൈസേഷൻ, അതാണ് സംഭവം. ഗുഡ് മോർണിംഗ് ഗൈസ്. ഇന്നലെ ഇവിടെ സ്റ്റേ ചെയ്ത റിവർ വ്യൂ ഹോം സ്റ്റേ. റോഡ് സൈഡിൽ തന്നെ ഉള്ളത് കണ്ടോ? ഓക്കെ, ഞാൻ ഇതുവരെ എൻ്റെ ലൈഫിൽ ഇങ്ങനത്തെ ഒരു വ്യൂ കണ്ടിട്ടില്ല. ഈ റോഡും കൂടി ഇല്ലായിരുന്നെങ്കിൽ, അതായത് ഓഫ് റോഡായിരുന്നെങ്കിൽ സത്യമായിട്ട് നമ്മൾ ഭൂമിയിലാണെന്ന് നമുക്ക് തോന്നത്തില്ല. ഇതൊക്കെ ടി വിയിൽ കാണാമെന്നല്ലാതെ നേരിട്ട് ഒന്ന് എക്സ്പ്ലോർ ചെയ്താലേ നിങ്ങൾക്ക് ഇതിൻ്റെയൊക്കെ ഭംഗി കറക്റ്റായിട്ട് മനസ്സിലാവുള്ളൂ. എനിക്ക് പറയാനായിട്ട് വാക്കുകളൊന്നുമില്ല സത്യം പറഞ്ഞത്. നോക്കിക്കുക ഗൈസ്, അതായത് എക്സ്ട്രീംലി ഡേഞ്ചറസ് ആണ്. എപ്പോൾ ആണെങ്കിലും തലയിൽ കല്ല് വന്ന് വീഴാം. പക്ഷെ ഇതിൻ്റെ ഭംഗിയുണ്ടല്ലോ, അത് വേറെ ലെവലാണ്. പിന്നെ ഇവിടുത്തെ ആൾക്കാർ ഭയങ്കര ഫ്രണ്ട്ലി ആണ് കേട്ടോ. ഞാൻ ഇന്നലെ റൂം എടുക്കുന്ന സമയത്ത് ഞാൻ എൻ്റെ സാഡിൽ ബാഗ്സ് ബൈക്കിൽ നിന്ന് ഉരുണ കണ്ടിട്ട് ആ പയ്യൻ ആ മേലയിൽ നിന്ന് ഓടി വന്നിട്ട്, സാർ ഞാൻ എടുത്തോളാം എന്ന് പറഞ്ഞു. ഞാൻ കുഴപ്പമില്ല, അത് കുറച്ച് വെയിറ്റ് ഉണ്ട്, ഞാൻ പിടിച്ചോളാം. അത് സാറില്ല, ഞാൻ എടുത്തോളാം, സാർ ഞങ്ങളുടെ ഗസ്റ്റാണ്, സാറെടുത്ത് അത് മോശമാണോ, ഇതാന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞു ഓക്കെ. നമ്മൾ യാത്രകൾ ചെയ്യുമ്പോൾ നമ്മൾ പലതരത്തിലുള്ള ആൾക്കാരെ കണ്ടുമുട്ടും കേട്ടോ. ഞാൻ ദില്ലിയിലൊക്കെ ചെന്ന് കഴിഞ്ഞപ്പോഴത്തേക്കും അവിടെ കണ്ട ആൾക്കാരുടെ നേരെ ഓപ്പോസിറ്റാണ് ഇവിടുത്തെ ആൾക്കാർ. അവിടേക്കെന്ന് വെച്ചാൽ മനുഷ്യനാണെന്നുള്ള പരിഗണന പോലും ഇല്ല. ഇതേണ്ട ഇതൊന്നും മമ്മി കണ്ടിട്ടൊന്നും തോന്നണില്ലേ മമ്മി? അവിടെ ഒരു 100 രൂപ കൊടുത്തൊരു പെർമിറ്റ് എടുക്കണം. വേറെ ഒന്നുമില്ല. പിന്നെ വണ്ടിയുടെ നമ്പർ, നമ്മുടെ പേര്, എവിടെ നിന്നാണ് വരുന്നതെന്നുള്ള ഡീറ്റെയിൽസ് എൻ്റർ ചെയ്യണം. അത്രേ ഉള്ളൂ. വേറെ ഇന്ന് പോകാം, നാളെ പോകാം, അല്ലെങ്കിൽ അടുത്ത മാസം പോകാം, അല്ലെങ്കിൽ അടുത്ത വർഷം പോകാം എന്നൊക്കെ പറഞ്ഞ് നീട്ടി വെക്കാതെ വണ്ടിയും കുറച്ച് ഡ്രസ്സൊക്കെ ആയിട്ട് ഇറങ്ങുക. ഇതൊക്കെ ലൈഫിൽ കണ്ടിരിക്കേണ്ട സംഭവമാണ്. ആർക്കറിയാം നമ്മളൊക്കെ നാളെ ഉണ്ടാവുമോ ഇല്ലേ എന്ന്.
ഇവിടുന്ന് ഈ കാണുന്ന ആർച്ചില്ലേ, ഈ ആർച്ചിൻ്റെ അവിടെ നിന്ന് റൈറ്റ് എടുത്ത് പോകുന്നതാണ് ആ മമ്മീനെ പ്ലേസ് ചെയ്തിരിക്കുന്ന സ്ഥലമുള്ള മൊണാസ്ട്രി. ഓക്കെ, സൂക്ഷിച്ചു വരിക. ഭയങ്കര നാരോ ആയിട്ടുള്ള റോഡാണ്. പിന്നെ സൈഡിൽ അങ്ങനെ വലുതായിട്ടുള്ള സേഫ്റ്റി ഗാർഡ്സും കാര്യങ്ങളൊന്നും ഇല്ല. അതുകൊണ്ട് വ്യൂ നോക്കി ഓടിക്കുമ്പോൾ ശ്രദ്ധിച്ച് ഓടിക്കുക. കൂടുതലും റോഡിൽ ഫോക്കസ് ചെയ്ത് പതുക്കെ ഓടിക്കാൻ ശ്രമിക്കുക. അധികം സ്പീഡ് എടുക്കരുത്. കുറേ ചെറിയ മെറ്റൽ പൊടികളൊക്കെ ഉള്ളതാണ്. അവിടെ വളവിൻ്റെ അവിടെയൊക്കെ ചിലപ്പോൾ ബ്രേക്ക് പിടിച്ച് കഴിഞ്ഞാൽ വണ്ടി തെന്നിപ്പോവും. ഗൈസ്, നല്ല അപാര ചൂടാണ് കേട്ടോ. ഞാൻ വിചാരിച്ച പോലത്തെ തണുപ്പൊന്നും ഇപ്പോൾ കിട്ടുന്നില്ല. ഉള്ളിൽ വേർക്കാൻ തുടങ്ങിയിട്ടുണ്ട്. ടാബോ വില്ലേജിൻ്റെ അകത്തൊരു SBI ATM ഉണ്ടായിരുന്നു. അവിടെ നിന്ന് കുറച്ച് ക്യാഷ് എടുത്തിട്ടുണ്ട് ബാക്കപ്പ് മണിയായിട്ട്. ഇത് കണ്ടോ, ഇത് കൊള്ളാം അല്ലേ കാണാനായിട്ട്. സോ എൻ്റെ എല്ലാ കൂട്ടുകാർക്കും കാസയിലേക്ക് സ്വാഗതം. സ്പിതിയുടെ കാഴ്ചകളുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. And if you like this video, show some support by subscribing to my channel and see you in the next video. Until then, bye bye.